വല്ലാത്ത നൂലാമാലകളും രാഷ്ട്രീയ തർക്കങ്ങളിലും ഒക്കെ പെട്ട ആകെ അനിശ്ചയാവസ്ഥയാണല്ലോ ഇപ്പോൾ ഈ ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പദ്ധതി. അപ്പോൾ ഏറ്റവും ഒടുവിൽ UDF സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? സ്വപ്ന, ഓരോ പദ്ധതികളും വിഭാവനം ചെയ്യുന്ന സമയത്ത് അത് ജനങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമാകും എന്ന രീതിയിലായിരിക്കണം വിഭാവനം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ കോഴിക്കോട് KSRTC ബസ് ടെർമിനലിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു അനുഭവമല്ല. ആദ്യം മന്ത്രി മാത്യു ടി തോമസ് ആയിരുന്ന സമയത്താണ്, ഇടതുപക്ഷമായിരുന്ന സമയത്താണ് ഈ പദ്ധതിയുടെ തറക്കല്ലിടുന്നത്. പിന്നീട് ഭരണം മാറി UDF അധികാരത്തിൽ വരികയും അവരുടെ അവസാന സമയത്ത് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുകയും ചെയ്തു. ഉദ്ഘാടന സമയത്ത് UDF പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകാതെയാണ് ഉദ്ഘാടനം ചെയ്തത് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഭരണം പിന്നീട് മാറി മാറി വരുന്ന സാഹചര്യവും ഉണ്ടായി. 10 വർഷം ഇടതുപക്ഷം കഴിഞ്ഞ ടൈം ഭരണത്തിലിരുന്നു. ആ സമയത്തും ഈ ബസ് ടെർമിനലിന് വേണ്ടി ഒന്നും ചെയ്തില്ല. സാധാരണ ടെർമിനലല്ല, ഷോപ്പിംഗ് കോംപ്ലക്സ് ആയാണ് വിഭാവനം ചെയ്തത്. അതായത് ഇതിൽ നിന്നുള്ള വരുമാനം KSRTCയെ സഹായിക്കുമെന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് KTDFC ഉൾപ്പെടെ ഇതിനകത്ത് സഹകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. എന്നാൽ കാര്യമായ പ്രവർത്തനം ഒന്നും മുന്നോട്ട് പോകാത്ത പശ്ചാത്തലത്തിൽ 2021 ഒരു സ്വകാര്യ കമ്പനിക്ക് ടെൻഡർ പോകുന്നത്. അതേസമയം തന്നെ ബസ് ടെർമിനലിൽ ബസ് കയറുന്നില്ല എന്നുള്ള തുടക്കം മുതലുള്ള പരാതികളെ അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കി മാറ്റുന്നതിനുള്ള ടെൻഡറും മറ്റുമായി മുന്നോട്ട് പോയ സമയത്തും ആ നടപടിയും പിന്നീട് നിലയ്ക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ചോർച്ച, അത്തരത്തിലുള്ള ഈ കെട്ടിടത്തിൻ്റെ ബലക്ഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ സ്വകാര്യ കമ്പനി ഇത്തരത്തിൽ തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉറപ്പില്ലാത്ത കെട്ടിടമാണ് നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുന്നു, നിയമക്കുരുക്കുകളിലേക്ക് പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ UDF അധികാരത്തിലെത്തിയിരിക്കുന്നത്. ഇപ്പോഴും തർക്കം ഇത് തന്നെയാണ്. കോടതിയിൽ കിടക്കുന്നുണ്ട് ഒരു വശത്ത് നിയമ കുരുക്കുകൾ, അതേസമയം തന്നെ സ്വകാര്യ വ്യക്തിയുമായി എന്തെങ്കിലും ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിൽ ഇതിനെങ്ങനെ മാറ്റാമെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ആലോചിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നില്ല. സ്ഥലം MLA ഇത് പൊളിക്കണമെന്ന് പറയുന്നു. എന്നാൽ പൊളിക്കണോ എന്നുള്ളത് വീണ്ടും പഠനം നടത്തണമെന്ന് മന്ത്രി പറയുന്നു. ഇത്തരത്തിൽ വീണ്ടും ഈ പദ്ധതി അനിശ്ചിതത്വത്തിൽ തന്നെ നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ശരിക്കും ഈ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കും ഒക്കെ അപ്പുറം സുതാര്യമായൊരു തീരുമാനം തന്നെയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. ഈ പൊളിക്കലാണെങ്കിലും പുനരുദ്ധാരണമാണെങ്കിലും പൊതുപണ നഷ്ടം ആവർത്തിക്കാത്തതായിരിക്കണം. ഒപ്പം കോഴിക്കോടിൻ്റെ ഭാവി ഗതാഗത ആവശ്യങ്ങൾ കൂടി പരിഗണിക്കുന്നതുമാകണം സർക്കാരിൻ്റെ നടപടി.